ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖകളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഒരു പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ഈ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഏകരക്ഷക, ഞങ്ങളുടെ ഏക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനും ഒരിക്കൽ കൂടി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പദ്ധതിയും അങ്ങയുടെ തുടർച്ചയുമായ തിരുസഭയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്ര വലിയ ഒരു രഹസ്യമായ സഭയെ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന അത്രയുമെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള അത്രയുമെങ്കിലും അറിയാൻ സാധിച്ചതിനും തികച്ച സൗജന്യമായിട്ട് തന്നെ ഈ സഭയിൽ അംഗത്വം നൽകിയതിനുമൊക്കെ ഈശോയെ നന്ദി പറയുന്നു. സഭയെ കൂടുതൽ അറിയുന്നതനുസരിച്ച് ഞങ്ങൾ അങ്ങേ തന്നെ കൂടുതൽ അറിയുന്നു. സഭയെ സ്നേഹിക്കുന്നതനുസരിച്ച് ഞങ്ങൾ അങ്ങേ തന്നെ സ്നേഹിക്കുന്നു. സഭയോടുള്ള സ്നേഹത്തിൽ ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ കർത്താവെ, ഞങ്ങൾ അങ്ങിൽ തന്നെ അകന്നു പോകുന്നു. ഈ വലിയ യാഥാർത്ഥ്യങ്ങൾ ഞങ്ങളെ കൂടുതൽ അങ്ങ് പഠിപ്പിക്കണമേ. 2ാമത്തെ കൗൺസിൽ പ്രമാണരേഖകളെക്കുറിച്ചുള്ള ഈ പഠനം കർത്താവെ കൂടുതൽ സഭയെ അറിയുവാനും സഭയെ സ്നേഹിക്കുവാനും അതുവഴി അങ്ങേ തന്നെ കൂടുതലായി സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് കാരണമായി തീർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഈ ഔദ്യോഗിക പ്രബോധനങ്ങളെ, ആധികാരിക പ്രബോധനങ്ങളെ കൂടുതൽ അടുത്തറിയാനുള്ള ഈ ശ്രമങ്ങളെ കർത്താവെ അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളെല്ലാവരെയും കർത്താവെ പരിശുദ്ധാത്മാവിൽ അങ്ങ് വഴി നടത്തണമേ. തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും ഈ പ്രബോധനങ്ങൾ അവതരിപ്പിക്കുന്നതിനും സ്വീകരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ പ്രത്യേകമായിട്ട് ഞങ്ങൾ നയിക്കണമേ. അങ്ങ് തന്നെ ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ട മേരിയമ്മച്ചി, നമ്മുടെ വലിയ മാധ്യസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമേ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഈ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല അപ്പോസ്തലന്മാരെ, ഞങ്ങളുടെ നാമഹൃദയ വിശുദ്ധരെ, കാവൽ മാലാഖ പ്രത്യേകം ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ മിഖാൽ മാലാഖ ഞങ്ങളുടെ വലിയ സംരക്ഷണം ഞങ്ങൾ തേടുന്നു. തിരുസഭയുടെ എല്ലാ യോഗ്യതകളോടും ഈ ശുശ്രൂഷയെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വലിയ അഭിഷേകം ലഭിക്കാൻ കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേക്കെന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, 2ാമത്തെ കൗൺസിൽ പ്രമാണരേഖകളെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ, 1ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ കൗൺസിൽ പ്രബോധനങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 1ാം എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത് ഈ കൗൺസിലിനെ കുറിച്ചുള്ള ആമുഖമായ ചില കാര്യങ്ങളാണ്. ഒരു ആമുഖ ഒരു ചിത്രമായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ഈ എപ്പിസോഡിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചില കാര്യങ്ങളാണ്. അതായത് ഈ 2ാമത്തെ കൗൺസിലുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകൾ, അത് മുന്നോട്ട് പോകുന്നതോറും നമ്മൾ ആ തെറ്റിദ്ധാരണകൾ ഏവയൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അവയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അതിൻ്റെ വശങ്ങൾ അതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കുറച്ചധികമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കർത്താവ് തന്നെ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അനേകർക്ക് കത്തോലിക്ക സഭയോട് സ്നേഹമുണ്ടാകുന്നു,
അവർക്ക് സഭയുടെ ഒത്തിരിയേറെ പ്രബോധനങ്ങൾ അവർ പ്രത്യേകമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവരും. പ്രത്യേകിച്ച് പല കൗൺസിലുകളുടെയും പ്രബോധനങ്ങൾ അവർ കൊണ്ടുവരുന്നു, പഠിപ്പിക്കുന്നു. CCC അവർ കാര്യമായിട്ട് ഉദ്ധരിക്കുന്നു. പക്ഷേ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെ കുറിച്ച് അവർ നിശബ്ദരാകുന്നു. ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അതായത് നമുക്കറിയാം ഇന്ന് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അനേകർക്ക് ഈശോയോട് വലിയ സ്നേഹമുണ്ട്, എന്നാൽ സഭയോട് കാര്യമായ സ്നേഹമില്ല. സഭയെക്കുറിച്ചോ സഭാസത്യങ്ങളെക്കുറിച്ചോ കാര്യമായിട്ട് അറിവില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കുറച്ച് പേര് ഈശോയെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ തിരുസഭയെ സ്നേഹിക്കാനും കൂടിയും ഒരു കൃപ ലഭിച്ചതായിട്ട് കാണപ്പെടുന്നത്. എന്നാൽ അവർ കാണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ പറഞ്ഞത്. അവർ സഭയെ സ്നേഹിക്കുന്നു, സഭാപ്രബോധനങ്ങളെ സ്നേഹിക്കുന്നു, CCC അവർ സ്നേഹിക്കുന്നു. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെക്കുറിച്ചും രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചും അവരാണ് നിശബ്ദരാകുന്നു. തീർച്ചയായിട്ടും ഇത് ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പാടല്ല. സഭയിലെ ഒരു സാർവത്രിക കൗൺസിലിനെ കുറിച്ച്, പ്രത്യേകിച്ച് അവസാനത്തെ സാർവത്രിക കൗൺസിലായ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെക്കുറിച്ച് നിശബ്ദരായിരുന്നുകൊണ്ട് ഒരാൾക്ക് ഒരിക്കലും ഒരു ശരിയായ കത്തോലിക്കനോ ശരിയായ ഒരു വിശ്വാസിയോ ആയിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ഈ പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റഗിസം പോലെ രൂപപ്പെട്ടിരിക്കുന്നത്, അല്ല അതിൻ്റെ ചൈതന്യം മുഴുവൻ വന്നിരിക്കുന്നത്, പ്രധാനമായ ചൈതന്യം വന്നിരിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളിൽ നിന്നാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളുടെ കണ്ടെത്തലിൻ്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിനെ ഒരു പഠിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഈ കാറ്റഗിസം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു സഭാസ്നേഹം അല്ലെങ്കിൽ സഭയിലെ മറ്റ് പ്രബോധനങ്ങളെ നമ്മൾ ഈ കൗൺസിൽ പ്രമാണരേഖകളെ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെ നമ്മൾ മാറ്റിവെച്ചിട്ട് മറ്റ് കൗൺസിൽ പ്രമാണരേഖകളെ നമ്മൾ ഉദ്ധരിക്കുന്നതും അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുന്നതും അതേസമയം തന്നെ നമ്മൾ CCC ഉപയോഗിക്കുന്നതുമൊക്കെ തികച്ചും നിർഭാഗ്യകരമാണ്. കാരണം ഞാൻ മറ്റ് എപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ ഈ CCCയിലെ പഠനങ്ങളെല്ലാം തന്നെ ഊന്നി നിൽക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളിലാണ്. മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വാസ്തവത്തിൽ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ അമിതമായിട്ട് ശ്രദ്ധിക്കുന്നു, അല്ലെ മാതാവിനെ സ്നേഹിക്കാൻ ഒത്തിരി ശ്രദ്ധിക്കുന്നു. പക്ഷേ അവർ കത്തോലിക്കാ സഭയോടുള്ള ഒരു സ്നേഹം ഇല്ലായ്മ കൊണ്ട് അവർ സഭയ്ക്ക് പുറത്തു പോകുന്നു. അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈയിടെ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറച്ചധികം നമ്മൾ അസ്വസ്ഥപ്പെടുന്ന ഒരു നിലപാട്, കത്തോലിക്കാ സഭയെ കാര്യമായിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അവർ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെ അവർ എതിർക്കുന്നു, അല്ലെങ്കിൽ തന്നെ സഭയിലെ മറ്റു ചില പ്രബോധനങ്ങളെ അവർ എതിർക്കുന്നു. ഇനി ചിലർ CCC തന്നെ കത്തോലിക്കാ സഭയെ സ്നേഹിക്കുന്നു, രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ സ്നേഹിക്കുന്നു, പ്രമാണരേഖകളെ സ്നേഹിക്കുന്നു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നു. അവർ CCC കാര്യമായിട്ട് പഠിപ്പിക്കുന്നു. എന്നിട്ട് ഈ CCC ഉപയോഗിച്ചുകൊണ്ട് തന്നെ നരകമില്ല എന്നൊക്കെ പോലും അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. വളരെ വാസ്തവത്തിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഈ കാലഘട്ടത്തിൽ ഒരു നല്ല ക്രിസ്ത്യാനിയായി കത്തോലിക്കനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വളരെ കാര്യമായ പഠനങ്ങൾ ആവശ്യമുണ്ട്. നമ്മളൊരു ധാർമ്മിക ജീവിതം നമുക്ക് ആ ധാർമ്മിക ജീവിതം കാര്യമായിട്ട് കെട്ടിപ്പടുക്കണമെങ്കിൽ തന്നെയും നമുക്ക് നല്ല ആധികാരികമായ പഠനങ്ങൾ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ചുറ്റുപാടിൽ ധാരാളം പ്രബോധനങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രമാത്രം അവൈലബിൾ ആയിരിക്കുന്നത് കൊണ്ട് ധാരാളം പ്രബോധനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലത് കത്തോലിക്കാ സഭയെ നേരിട്ട് എതിർത്തുകൊണ്ടുള്ള ചില പ്രബോധനങ്ങളാണ്. മറ്റു ചിലത് കത്തോലിക്കാ സഭയെ വളരെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രബോധനങ്ങളാണ്. കത്തോലിക്കാ സഭയെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രബോധനം കണ്ടു കഴിയും. പ്രത്യേകിച്ച് മാതാവിനെ കുറിച്ച് പറയുന്നു, പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നു, കത്തോലിക്കാ സഭയെക്കുറിച്ച് പറയുന്നു, കാറ്റഗിസത്തെ കുറിച്ച് പറയുന്നു, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണങ്ങളെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം ഒരുമിച്ച് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ ഇതിനകത്ത് ഒരു തെറ്റും ഇതിനകത്ത് തെറ്റ് വരുമെന്ന് വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് കയറി സ്വീകരിക്കുകയും അതേസമയം തന്നെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. പറഞ്ഞു വരുന്നത്, ആരെങ്കിലും ഞാൻ ഈ കേൾക്കുന്ന ക്ലാസ്സുകൾ തന്നെ ഇങ്ങനെ ഞാൻ തന്നെ പഠിപ്പിക്കുന്നു, മറ്റ് പലരും പഠിപ്പിക്കുന്നു. ഇങ്ങനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടതുകൊണ്ട് മാത്രമല്ല, ഈ കേൾക്കുന്ന ആളുകൾ തങ്ങളുടെ ഭാഗത്ത് തന്നെ ഒരു സ്വയമേവയുള്ള ഒരു അന്വേഷണവും പഠനവും ഒരു വലിയ ജാഗ്രത ശ്രദ്ധയും കൂടി ഈ കാര്യത്തിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പേര് കേട്ട ധ്യാനഗുരു, ഒരു പ്രബോധകൻ പറയുന്നു എന്തുകൊണ്ട് മാത്രം നമ്മൾ സ്വീകരിക്കരുത്. ഈ പറയുന്ന കാര്യങ്ങൾ എന്തുമാത്രം ആധികാരികമാണെന്ന് നമ്മൾക്ക് തന്നെ ഒരു സ്വതന്ത്രമായ അന്വേഷണം കൂടി നമ്മൾ ഈ കാര്യത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് തോന്നുകയാണ്. ഇപ്പോൾ ഏതാനും കാര്യങ്ങൾ, പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ ബന്ധപ്പെട്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ ഈ പ്രത്യേകിച്ച് ഡിഗ്രിയിലെ പഠനങ്ങളെ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നത് ഒന്നിതാണ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യം. മറ്റൊന്ന്, കർത്താവ് ഒരു വലിയൊരു പരിപാലനം ഈ IHS മിനിസ്ട്രിക്ക് നൽകിയതാണ്.
ഞാൻ പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് പഠനം നൽകാൻ വേണ്ടി, ക്ലാസ്സുകൾ നൽകാൻ വേണ്ടി CCCയും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണങ്ങളൊക്കെ വായിക്കുകയായിരുന്നു. ഞാൻ തന്നെ പിന്നെ അതൊക്കെ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈശോ ഏക രക്ഷകൻ എന്നൊരു ക്ലാസ് നൽകണം. അപ്പോൾ ആ ക്ലാസ് നൽകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് CCC ഇതേക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, അല്ല രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണങ്ങൾ ഇതേക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുന്നു. അപ്പോൾ നമുക്കതിൽ നിന്ന് അതിനാവശ്യമായിരിക്കുന്ന പ്രബോധനം ലഭിക്കുന്നു. അല്ലെങ്കിൽ കത്തോലിക്ക വേറെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ ഒക്കെ ആയിക്കൊള്ളട്ടെ, അങ്ങനെ നമ്മൾ വിഷയം അന്വേഷിക്കുമ്പോൾ നമുക്കൊരു പ്രബോധനം ലഭിക്കുന്നു. അങ്ങനെ ലഭിക്കുന്നതും ഈ കാറ്റഗിസം അല്ലെങ്കിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ ആദ്യം തൊട്ട് അവസാനം വരെ മറ്റവരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ വായിക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമാണ് ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം മറ്റേത് നമ്മൾ ഏതെങ്കിലും ചില ഭാഗത്ത് നിന്ന് മാത്രം അല്ലെങ്കിൽ പ്രത്യേക ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ വായിച്ചു പോവുകയാണ്. ഇവിടെ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ അതിൻ്റെ ഓരോ സെൻറ്റൻസും കാര്യമായി ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കുമ്പോൾ വായിക്കുന്ന ആൾക്ക് തന്നെ ഞാൻ തുറന്നു പറയുകയാണ്, ഒരുപക്ഷെ ഇത് കേൾക്കുന്നവരേക്കാൾ കൂടുതൽ പ്രയോജനം ലഭിച്ചത് എനിക്ക് തന്നെയാണ്. CCC വായിച്ചപ്പോഴും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണങ്ങൾ വായിച്ചപ്പോഴും ഒക്കെ ഒത്തിരിയേറെ പുതിയ ബോധ്യങ്ങൾ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നെ വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, വാസ്തവത്തിൽ ഇത് എനിക്ക് തന്നെ കർത്താവ് ഇത് എനിക്ക് തന്നെ അല്ലെ അയച്ചത് മിനിസ്ട്രിക്ക് തന്നെ കൂടുതൽ ഞാൻ ലഭിച്ചിരുന്ന ബോധ്യങ്ങൾ ആഴപ്പെടാൻ വേണ്ടി കർത്താവ് ഒരു അവസരം തന്നാണല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഇന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണങ്ങൾ വായിച്ചപ്പോൾ കർത്താവ് നൽകിയ മറ്റൊരു വലിയ ബോധ്യം, ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളിലെ ഒരു മെയിൻ ഫോക്കസ് വന്നിരിക്കുന്ന തിരുസഭയെക്കുറിച്ചാണ്. ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരുസഭയെക്കുറിച്ചാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബന്ധപ്പെട്ടാണ് മറ്റെല്ലാ ഡിഗ്രികളും പോകുന്നത് തന്നെ പറയാം. പിന്നീട് പുറകോട്ട് പോകുമ്പോൾ അവസാനത്തെ ഡിഗ്രി, ഏറ്റവും അവസാനത്തേത് സഭ ആധുനിക ലോകത്തിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. അതും ഈ തിരുസഭയുടെ ബാഹ്യഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിഗ്രിയാണ്. അതിൻ്റെ വാസ്തവത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട പ്രബോധനങ്ങളെല്ലാം ആ തിരുസഭയെക്കുറിച്ചും തിരുസഭയുടെ ആ സൗന്ദര്യത്തെക്കുറിച്ചും അത് കൂടുതൽ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതിനെക്കുറിച്ചും ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം പ്രത്യേകമായിട്ട് ദൈവം കർത്താവ് നമ്മളൊരു ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നു, ഒരു മിനിസ്ട്രി നമ്മളെ ഫലമേൽപ്പിക്കുന്നു. വർഷങ്ങൾ പിന്നീട് കഴിയും തോറും എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ IHS മിനിസ്ട്രി കത്തോലിക്ക സഭയെക്കുറിച്ച് ഇതുപോലെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തീർച്ചയായിട്ടും ഒത്തിരിയേറെ ഉത്തരങ്ങളുണ്ടായിരുന്നു. നല്ല ഉത്തരങ്ങൾ തന്നെയാണ്. ഒന്ന്, കത്തോലിക്ക സഭയെക്കുറിച്ച് വിശ്വാസികൾ അജ്ഞരാണ്. രണ്ട്, തെറ്റായ പല പ്രബോധനങ്ങളും സഭയിൽ ഇന്ന് പരന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് കർത്താവ് നൽകിയൊരു വലിയ ബോധ്യം, IHS മിനിസ്ട്രി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചൈതന്യത്തിൽ അത് ജീവിക്കാൻ വേണ്ടിയും പ്രഘോഷിക്കാൻ വേണ്ടിയും ആ കർത്താവ് പ്രത്യേകമായി വിളിച്ചിരിക്കുന്നു. ഇതെനിക്ക് വലിയ സന്തോഷം നൽകിയുണ്ടായി. പ്രത്യേകിച്ച് വലിയ സന്തോഷവും എന്താണ് കർത്താവിൻ്റെ ആ പരിപാലനയെക്കുറിച്ചും നമ്മൾ പോലും അറിയാതെ കർത്താവ് ഈ ഒരു കൗൺസിലിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ വേണ്ടിയും പ്രഘോഷിക്കാൻ വേണ്ടിയും കർത്താവ് വിളിച്ചു എന്നതിന് ഒത്തിരിയേറെ നന്ദി ഹൃദയത്തിൽ നിന്ന് ഇന്ന് എനിക്ക് കർത്താവിനോട് തോന്നിയുണ്ടായി. അതായത് IHS മിനിസ്ട്രി അത്യന്തികമായി രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ അതേ ചൈതന്യത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് സഭയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളത്. ഒന്ന്, ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ അത് വാസ്തവത്തിൽ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും വിശ്വാസികളിലേക്ക് അത് കാര്യമായിട്ട് എത്തിയിട്ടില്ല. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ജോൺ പോൾ പാപ്പയോടോ മറ്റോ അവർക്ക് ചോദിച്ചു, ഇനി ഒരു പുതിയൊരു കൗൺസിലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ തന്നെ ഇനിയും വിശ്വാസികൾ കാര്യമായിട്ട് സ്വീകരിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പോരെ അടുത്ത കൗൺസിൽ എന്നാണ്. തീർച്ചയായിട്ടും ഇത് വലിയൊരു കാര്യമാണ്. കാരണം ഈ കാറ്റഗിസമൊക്കെ കുറച്ചൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളിലെ ആ ഒരു സ്പിരിറ്റ്, ആ ഒരു ചൈതന്യം പൂർണ്ണമായിട്ട് സഭയിലേക്ക് വന്നിട്ടില്ല, വിശ്വാസികളിലേക്ക് എത്തിയിട്ടില്ല. വിശ്വാസികളിലേക്ക് മാത്രമല്ല, ദൈവശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സഭയിലുള്ള മറ്റ് മുതിർന്ന വ്യക്തികളൊക്കെ തന്നെയും കാര്യമായിട്ട് ഇതിൻ്റെ ചൈതന്യം സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഒന്നത്, അങ്ങനെ ഈ കൗൺസിൽ പ്രമാണരേഖയെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ അത് സഭയിൽ പ്രകടമായിരിക്കുന്നു. അത് വിശ്വാസികളിലേക്ക് എത്താതിരിക്കുന്ന അവസ്ഥ. മറ്റൊന്ന്, ഈ പ്രമാണരേഖകളെ തെറ്റായിട്ട് സഭയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് രണ്ടിൻ്റെയും ഈ ഒരു മധ്യത്തിൽ അല്ലെങ്കിൽ ഈ പശ്ചാത്തലത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെ കാര്യമായിട്ട് സഭയിലേക്ക് വിശ്വാസികളിലേക്ക് കൊണ്ടുവരികയും അത് തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും വിശ്വാസികളിലേക്ക് എത്തിക്കുകയുമാണ് IHS മിനിസ്ട്രി വലിയ ദൗത്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ അറിയാതെയെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേകമായ അഭിഷേകം നൽകി അറിയാതെയെങ്കിലും മിനിസ്ട്രിയെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് എനിക്ക് ശരിക്കും വാസ്തവത്തിൽ പ്രമാണരേഖകൾ ഇങ്ങനെ വായിക്കാൻ എടുത്തപ്പോൾ കർത്താവ് ഈ പ്രമാണരേഖകളെല്ലാം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെല്ലാം തിരുസഭയാണുള്ള കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ അത് വലിയ നന്ദി, മുമ്പ് പറഞ്ഞതുപോലെ വലിയ നന്ദി കർത്താവിന് നേർക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടായി. നമ്മൾ അറിയാതെ തന്നെ
രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചരിത്രത്തിലേക്ക് കർത്താവ് ഉറപ്പിക്കുകയായിരുന്നല്ലോ എന്ന് ഓർത്തിട്ട്. പ്രിയമുള്ളവരെ, കത്തോലിക്കാ സഭയിൽ എല്ലാ സംവിധാനങ്ങൾ, മിനിസ്ട്രികൾ, എല്ലാ നീക്കങ്ങൾ, നവീകരണ മുന്നേറ്റങ്ങളെല്ലാം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചരിത്രത്തിലായിരിക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ അതിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ചൈതന്യത്തിലേക്ക് മടങ്ങി വരേണ്ടതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വിപ്ലവകരമായ രീതിയിലുള്ള പല പ്രബോധനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ പഠനങ്ങൾ മുന്നോട്ട് പോകുന്ന നമ്മൾ പറയും. അങ്ങനെ വിപ്ലവകരമായ പല തീരുമാനങ്ങളും കാൽവയ്പ് നടത്തിയതുകൊണ്ട് തന്നെ ആ കൗൺസിൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അത് കഴിഞ്ഞ ഉടനെയുമൊക്കെ ഒത്തിരിയേറെ വിമർശനങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒക്കെ ഇത് കാരണമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ ഇന്ന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ പലരും രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ എതിർക്കുന്നുണ്ട്, പ്രമാണരേഖകൾ എതിർക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ചിന്തിച്ചു, ഈ എതിർക്കുന്ന വ്യക്തികൾ വാസ്തവത്തിൽ ഈ പ്രമാണരേഖകൾ മുഴുവൻ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ പ്രമാണരേഖകൾ എന്താണ് ഉള്ളതെന്ന് ശരിക്കും വായിച്ചു നോക്കിയിട്ടാണ് ഇതിനെ കണ്ണുമടിച്ച് എതിർക്കുന്നത്. അവരൊരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഇതിനെ എതിർക്കുകയല്ലാതെ ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കൗൺസിൽ പ്രമാണരേഖകൾ ഒന്ന് വായിച്ചു പോലും നോക്കാതെ ഇതിനെ കണ്ണുമടിച്ച് എതിർക്കാനും വിമർശിക്കാനും വേണ്ടി നമ്മൾ വാസ്തവത്തിൽ അങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന വാസ്തവത്തിൽ അതൊരു തികച്ചും സത്യത്തിന് വിരുദ്ധമായ രീതിയിലുള്ള നിലപാടല്ലേ? ഇത് കത്തോലിക്കാ സഭയിൽ ഉള്ളത് തന്നെയാണ്, സഭയ്ക്ക് പുറത്തുള്ളവരല്ല. സഭയിൽ തന്നെ ഉള്ളവർ, സഭയെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർക്കാൻ കഴിയുമ്പോൾ ഒത്തിരിയേറെ വേദന തോന്നുകയാണ്. പ്രിയമുള്ളവരെ, ഈ കൗൺസിൽ പ്രബോധനങ്ങൾ നമ്മൾ ആദ്യമായിട്ട് നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. മുൻവിധി കൂടാതെ തന്നെ ഈശോയുള്ള സ്നേഹത്തെ പ്രതി, സഭയുള്ള സ്നേഹത്തെ പ്രതി മുൻവിധി കൂടാതെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഒരു സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വാസ്തവത്തിൽ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മുമ്പ് നടന്നു കഴിഞ്ഞ ചില സംഭവങ്ങൾ ഒരു മുൻവിധിക്ക് നമ്മൾ കാരണമായി തീരുന്നുണ്ട്. ഒരു സംഭവം ഇതാണെന്നും ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സമയത്തും കൗൺസിലിന് തൊട്ട് പിന്നാലെയുമൊക്കെ ഇതിലെ വിപ്ലവകരമായ പല തീരുമാനങ്ങളും കാൽവെപ്പുകളും മൂലം പലരും ഒത്തിരിയേറെ വിമർശനങ്ങളും എതിർപ്പുകളുമൊക്കെ ഇതിന് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു അറിവ് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മുൻവിധിയോടുകൂടി രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും കൗൺസിൽ പ്രബോധനങ്ങളെയും നോക്കിക്കാണുവാൻ പലർക്കും ഇടയാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പൗരോഹിത്യ സന്യാസ അന്തസ്സുകളിൽ നിന്ന് പലരും പിൻവാങ്ങുകയുണ്ടായി. അനേകം വൈദികരും കുറച്ചധികം വൈദികരും സന്യസ്തരും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം തങ്ങളുടെ ദൈവവിളി ഉപേക്ഷിച്ചു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം പറയുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിലെ തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 5-ാം അധ്യായത്തിൽ അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ്: തിരുസഭയിലുള്ള എല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ള ഒരു മധ്യകാലഘട്ടം മുതൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് സഭയിൽ വിശുദ്ധരാകാൻ വേണ്ടി വിളിയുള്ളവരും അതിന് സാധ്യതയുള്ളവരും വൈദിക സന്യസ്തർ മാത്രമാണ്. അൽമായർക്ക് വിശുദ്ധരാകാൻ വേണ്ടി അതിന് സാധ്യതയില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമൊന്നും ആയിരുന്നില്ല, എങ്കിലും ഒരു പരമ്പരാഗത ചിന്താഗതി പോലെ സഭയിൽ ഇങ്ങനെ പരന്നിരുന്നു. ഇടക്കാല സമയത്തൊക്കെ അൽമായർക്ക് വിശുദ്ധരാകാമെന്ന് പഠിപ്പിച്ചതിൻ്റെ പേരിൽ ചില മെത്രാന്മാരെ ഇൻക്വിസിഷൻ ഇവിടെ വിചാരണ ചെയ്യുകയും അങ്ങനെ ഒരു ബിഷപ്പ് അങ്ങനെ ആ വിചാരണയ്ക്കിടയ്ക്ക് മരിച്ചു പോയ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ അൽമായർക്ക് വിശുദ്ധരാകാം, എല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രബോധനം വരുന്നത്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ വൈദികരായ ഞങ്ങൾക്കും സന്യാസികൾക്കുമൊക്കെ ഇനി ഒരു പ്രത്യേകത സഭയില്ലല്ലോ, ഒരു അനന്യതയില്ലല്ലോ, എല്ലാവർക്കും വിശുദ്ധരാകുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അൽമാരായിരുന്നാൽ പോരെ എന്നൊക്കെയുള്ള ആ ചിന്ത മൂലം തങ്ങളുടെ അനന്യതയെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടില്ലായ്മ മൂലം കുറച്ചധികം വൈദികർ സന്യസ്തരും ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളെ തെറ്റിദ്ധരിച്ച് ദൈവവിളി ഉപേക്ഷിച്ച് പോയതിൻ്റെ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ കാരണം കൊണ്ടും ഇങ്ങനെ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ മൂലമാണല്ലോ ഇങ്ങനെ കുറച്ചധികം പേർ പോകാൻ ഇടയായത് എന്ന ഈ കാരണം കൊണ്ടും രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ പലരും തെറ്റായ രീതിയിൽ കാണാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും കൗൺസിൽ പ്രമാണരേഖകളെയും മുൻവിധിയോടെ കാണാൻ വേണ്ടി ചിലർക്കുണ്ടാകുന്ന ചില പ്രേരണകളെ കുറിച്ചാണ്. മൂന്നാമതൊരു കാര്യം, രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ചില പ്രബോധനങ്ങളെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് സാംസ്കാരിക അനുരൂപണം എന്ന പേരിലൊക്കെ മറ്റ് മതങ്ങളിലേക്കല്ല അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളിൽ സഭയുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ തന്നെ കടന്നു പോകാനിടയായി. പല പ്രബോധനങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടും അതിനെ തെറ്റായിട്ട് അവതരിപ്പിച്ചുകൊണ്ടും സഭയുടെ സത്യവിശ്വാസത്തെ കളങ്കപ്പെടുന്ന രീതിയിലുള്ള നിലപാടുകൾ പല ദൈവശാസ്ത്രജ്ഞന്മാരെ സ്വീകരിക്കുകയുണ്ടായി. ഇതും കത്തോലിക്കാ സഭയെയും സഭാസത്യങ്ങളെയും അഗാധമായി സ്നേഹിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒത്തിരിയേറെ വിഷമത്തിന് കാരണമായി തീർന്നു.
ഒന്ന് ആ കൗൺസിൽ സമയത്തും അതിന് തൊട്ടുപിറകെ ഉണ്ടായ വിമർശനങ്ങളും അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ, രണ്ടാമത് വൈദിക സന്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഇങ്ങനെയുള്ള ദൈവവിളി എന്നുള്ള പിന്തിരിയൽ, മൂന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ വരുത്തി വയ്ക്കുന്ന തെറ്റായ ചില നിലപാടുകൾ, ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ, ദൈവശാസ്ത്രജ്ഞന്മാർ തെറ്റായ നിലപാടുകൾ ഇപ്പോഴും സഭയിൽ കാര്യമായിട്ട് തന്നെ ചില മേഖലകൾ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട്, അതായത് ഈ രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖകളെ, പ്രത്യേകിച്ച് രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖകൾ തിരുസഭയെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിലെ 16ാമത്തെ ഖണ്ഡികയിൽ മറ്റ് മതങ്ങളിലുള്ളവർക്കും യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതയെ രക്ഷ പ്രാപിക്കാമെന്നൊക്കെയുള്ള ആ പ്രബോധനങ്ങളെയൊക്കെ തെറ്റായിട്ടെടുത്ത് മറ്റ് മതങ്ങളുമായിട്ട് അമിതമായിട്ട് ബന്ധപ്പെടുക, മറ്റ് മതങ്ങളിൽ രക്ഷയുണ്ടെന്നുള്ള രീതിയിലേക്കുള്ള പ്രബോധനങ്ങളും കാഴ്ചപ്പാടും രൂപീകരിക്കുക, മറ്റ് മതങ്ങളിലെയും സംസ്കാരങ്ങളിലെയും അവിടുത്തെ അനുഷ്ഠാനങ്ങളെയും മറ്റും സഭാസത്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ തന്നെ സഭയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കണ്ടും കേട്ടും കുറച്ചധികം പേർക്ക് ഇതിനെല്ലാം അവർ കാരണം കണ്ടുപിടിച്ചത് രണ്ടാമത്തെ കൗൺസിലാണ് ഇതിൻ്റെ കാരണമെന്നാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ഒരു മുൻവിധിയോടുകൂടിയാണ് അനേകരും ഈ രണ്ടാമത്തെ കൗൺസിലിനെ കാണുന്നത്. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വതന്ത്രമായ രീതിയിലുള്ള ഒരു സത്യാന്വേഷണം നടത്തി ഈ പുസ്തകം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ ഈ തെറ്റിദ്ധാരണ മാറുമെന്ന് ഉറപ്പാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാരണങ്ങളെ ഞാൻ കാണുന്നുണ്ട്. അതായത് കൗൺസിലിൽ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവവിളികൾ പലരും ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, ദൈവശാസ്ത്രജ്ഞന്മാർ ഇന്നും തെറ്റായ പല നിലപാടുകൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ്, ഇതൊക്കെ ഈ വീഴ്ചയിലേക്ക് പോയുള്ള പ്രശ്നങ്ങളാണ്. വാസ്തവത്തിൽ ഇത് സഭയുടെയോ കൗൺസിലിൻ്റെയോ പ്രബോധനങ്ങളുടെ പ്രശ്നമല്ല. കാരണം ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ചില കാണിക്കുന്ന സമയത്ത് തന്നെ കുറച്ചധികം പേര് വളരെ തീഷ്ണതയോടുകൂടി കത്തോലിക്കാ സഭയെയും ഈശോയെ സ്നേഹിക്കുകയും ഈ പ്രമാണരേഖകളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രമാണരേഖകളുടെ പ്രശ്നമല്ല ഇത്. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത്, അതായത് ഈശോ വന്ന സമയത്ത് പരിചയമായ ഒരു പരിചയ കണ്ണുകൊണ്ട് ഈശോ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈശോ ചെയ്യുന്നതെല്ലാം അവർക്ക് തെറ്റായിട്ട് തോന്നി. കാരണം ഈശോ കരുണ കൊണ്ട് എല്ലാം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ നിയമം കൊണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നുകൊണ്ട് തെറ്റായിട്ട് തോന്നി. രണ്ടാമത്തെ കൗൺസിലിൽ ഒരു കരുണയുടെ മുഖമാണ് പ്രദർശിപ്പിച്ചത്. അത് രണ്ടാമത്തെ കൗൺസിലിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശുദ്ധ ജോൺ 20 പാപ്പ പറയുന്നുണ്ട്. ഒരു കരുണയുടെ മുഖമാണ് രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖകൾ അല്ലെങ്കിൽ രണ്ടാമത്തെ കൗൺസിൽ ലോകത്തിന് വെളിപ്പെടുത്തിയത്. അപ്പോൾ അതിനു മുമ്പുള്ള അല്ലെങ്കിൽ ഒരു പഴയ നിയമ കാഴ്ചപ്പാട് പോലെ അല്ലെങ്കിൽ ഒരു പരിസയ മനോഭാവം കൊണ്ട് രണ്ടാമത്തെ കൗൺസിലിനെ നോക്കിക്കാണുന്നവർക്ക് ഒന്നും മനസ്സിലാകുകയില്ല. ഈശോയെ വധിച്ചതുപോലെയും ഈശോ തെറ്റിദ്ധരിച്ചതുപോലെയും ഈ രണ്ടാമത്തെ കൗൺസിലിനെയും പ്രമാണരേഖകളെയും വധിക്കാൻ വേണ്ടിയും ഇല്ലാതാക്കാൻ വേണ്ടി ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ അവർ ശ്രമിക്കുകയുള്ളൂ. ഒരു കരുണയുടെ കണ്ണുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടാമത്തെ കൗൺസിലിൽ പ്രമാണരേഖകളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയവിശുദ്ധി ആവശ്യമാണ്, ഒരു സ്നേഹത്തിൻ്റെ കണ്ണ് ആവശ്യമാണ്. കാരണം സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ, കരുണയുടെ പശ്ചാത്തലത്തിൽ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ കൗൺസിൽ നമുക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു സ്നേഹഹൃദയം, ഒരു കരുണയുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അഭാവത്തിൽ വാസ്തവത്തിൽ നമുക്കറിയാം, ബെനഡിക്റ്റ് മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ, ഈ പോപ്പ് വിശുദ്ധ മദർ തെരേസ, ഇവർക്കൊക്കെ ഒരു തെറ്റും തോന്നാതിരുന്ന, അല്ലെങ്കിൽ ഇവരെല്ലാം ഹൃദയപൂർവ്വം ആശ്ലേഷിച്ച, ഇവരെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി തീഷ്ണത കാണിച്ച ഈ രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖകൾ ഇന്ന് നമുക്കത് ഇഷ്ടമില്ലാതെ തോന്നുന്നത്, തെറ്റായി തോന്നുന്നത് എന്തുകൊണ്ട്? വിശുദ്ധ ജോൺ പോൾ രണ്ടാം പാപ്പ തൻ്റെ പേപ്പസിയെക്കുറിച്ച് പറഞ്ഞിരുന്നത് തന്നെ എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖകൾ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക എന്നായിരുന്നു. ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്. ഇപ്പോൾ വ്യക്തിയുടെ സഭയുടെ സത്യപ്രബോധനങ്ങൾ ആ വ്യക്തിയുടെ ബലഹീനതകൾ കൊണ്ട് തെറ്റായിട്ട് അവതരിപ്പിക്കപ്പെടുകയോ മറ്റോ ചെയ്യാം. അതിന് കൗൺസിൽ പ്രമാണരേഖകൾ നമ്മൾ തെറ്റാണ് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ മുൻവിധികളിൽ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ കൗൺസിൽ പ്രമാണരേഖകളെ കാണുകയാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ നിന്ന് തെറ്റിദ്ധാരണകൾ മാറിപ്പോവും. അതിൽ നിന്ന് നമുക്ക് ഒത്തിരിയേറെ പ്രയോജനം എടുക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല, കഴിഞ്ഞ എപ്പിസോഡ് സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് രണ്ടാമത്തെ കൗൺസിലിൻ്റെ യുഗത്തിലാണ്. അതുകൊണ്ട് ഈ കൗൺസിലിന് അനുസൃതമായിട്ടായിരിക്കും നമ്മുടെ പ്രബോധനങ്ങളും നമ്മുടെ ജീവിതശൈലിയുമെല്ലാം രൂപപ്പെടേണ്ടത്. ഇത് നമ്മൾ ഒത്തിരിയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഈ പ്രബോധന പരമ്പര വഴിയായിട്ട് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയും നല്ല കാഴ്ചപ്പാടുകൾ നമ്മൾ നിക്ഷേപിക്കുകയും ചെയ്യുന്നത് ഉറപ്പാണ്. ബിഷപ്പ് ഫുട്ടൻജഷീൻ രണ്ടാമത്തെ കൗൺസിലിന് ശേഷമുണ്ടായ ഈ സംഘർഷങ്ങളെല്ലാം മുഖവിലക്കെടുത്തുകൊണ്ട് ബിഷപ്പ് ഫുട്ടൻജഷീൻ പറഞ്ഞ ഒരാശയം അതിന് ഒത്തിരിയേറെ സ്വാധീനിക്കുകയുണ്ടായി.
ആ ആശയം ഞാൻ ഒന്ന് വായിക്കാം. അതായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ലോകത്ത് രൂപപ്പെട്ട ആ പ്രശ്നങ്ങളെ അത് ബിഷപ്പ് ഷീൻ നോക്കി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാഴ്ചപ്പാടാണ്. അത് വളരെ മനോഹരമായ ദർശനമാണ്. നമ്മൾ ഒത്തിരിയേറെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മളും ഇന്ന് ചുറ്റും രണ്ടാമത്തെ കൗൺസിലിനെ ചുറ്റിപ്പറ്റി പ്രശ്നങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ആശ്വാസവും അല്ലെങ്കിൽ നമുക്കും ഈ പ്രശ്നങ്ങളൊക്കെ തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് നല്ലൊരു ബോധ്യം കിട്ടുന്ന ഒരു പ്രബോധനമാണ് ബിഷപ്പ് ഷീൻ പറഞ്ഞിരിക്കുന്നത്. വായിച്ച് കേൾപ്പിക്കാം. സൂനദോസിന് ശേഷം രൂപപ്പെട്ട സംഘർഷങ്ങൾ സഭാചരിത്രം മുഴുവൻ പഠിച്ചിട്ടുള്ളവരെ ആശ്ചര്യപ്പെടുത്തുകയില്ല. സഭയുടെ പൊതു സൂനദോസിൽ എന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ വർഷിക്കപ്പെടുന്ന അവസരത്തിൽ എതിർ അരൂപിയുടെ അഥവാ പൈശാചിക അരൂപിയുടെ അധിക ശക്തി പ്രകടമാകുന്നു. ആശയം മനസ്സിലായി കാണുമല്ലോ. അതായത് സഭയെക്കുറിച്ച്, സഭയുടെ ചരിത്രം ശരിക്കും അറിവുള്ള വ്യക്തികൾക്ക് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള ആ കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു അത്ഭുതം തോന്നുകയില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സൂനോസ് കൂടുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരാവാസത്തിന് കീഴിലാണ് നടക്കുന്നത്. അത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുള്ള ഒരു സൂനോസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ സൂനോസ് നടന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാത്താൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ലെന്നാണ് ബിഷപ്പ് ഷീൻ പറയുന്നത്. ആരംഭത്തിൽ തന്നെ പെന്തക്കുസ്തയ്ക്കും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് തൊട്ട് പിന്നിൽ ഒരു മതമർദ്ദനവും സ്തേഫാനോസിൻ്റെ വധവും നടന്നു. എന്നിട്ട് അദ്ദേഹം നല്ലൊരു ഉദാഹരണം പറയുകയാണ്. അതായത് പെന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവ് വന്ന അന്ന് ആ പെന്തക്കുസ്തയുടെ തൊട്ട് പുറകെ സംഭവിച്ചത്, അന്ന് പരിശുദ്ധാത്മാവ് വന്നു, ഒരു വലിയ അഭിഷേകം വന്നു. തൊട്ട് പുറകെ സംഭവിച്ചത് എന്താണ്? തൊട്ട് പുറകെ നടന്നത് മതപീഡനമാണ്, സ്തേഫാനോസിൻ്റെ വധമാണ്. അദ്ദേഹം പറയുകയാണ്, ഇതുപോലെ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലും പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകം ചൊരിയപ്പെട്ടു. അതിൻ്റെ തൊട്ട് പുറകെ ഒത്തിരിയേറെ പീഡനങ്ങൾ സഭയിൽ സാത്താന് പലവിധ രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു സാർവത്രിക സൂനദോസ് പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിന് കാരണമാകുന്നില്ലെങ്കിൽ ആ സമ്മേളനത്തിന്മേൽ ത്രിത്വത്തിലെ മൂന്നാം ആളിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നോ എന്ന് ഏതാണ്ട് സംശയിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തോടുകൂടി നടന്ന ഒരു സൂനോസിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ വാസ്തവത്തിൽ ആ സൂനോസിനെ നയിച്ചത് പരിശുദ്ധാത്മാവ് തന്നെയാണെന്ന് സംശയിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് സത്യം അന്വേഷിക്കുന്നവർക്ക് വലിയൊരു ദർശനമാണ് ബിഷപ്പ് ഷീൻ നൽകുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെ ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളും വിഭജനങ്ങളുമെല്ലാം നമ്മൾ ഈ ബിഷപ്പ് ഷീൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ ആശ്വാസം ലഭിക്കും. ആ സത്യവുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആ ഒരു കൗൺസിലിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയതാണ്. അങ്ങനെ അത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സാത്താൻ്റെ ശക്തമായ ആക്രമണങ്ങൾ അതിനുശേഷം ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ കൗൺസിലിനെ കുറിച്ചും കൗൺസിൽ പ്രമാണത്തെക്കുറിച്ചുമുള്ള നെഗറ്റീവായിട്ടുള്ള ഇന്നത്തെ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ നിലപാടുകളും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് കേൾക്കുന്ന നിങ്ങളുള്ളിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചോ പ്രമാണരേഖകളെക്കുറിച്ചോ എന്തെങ്കിലും സംശയമോ അസ്വസ്ഥതയോ എതിർപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഞാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെ ശരിക്കും ഞാൻ നേരിട്ട് വ്യക്തിപരമായി പഠിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു അഭിപ്രായം രൂപീകരിച്ചിരിക്കുന്നത്. രണ്ട്, ഈ പറഞ്ഞ രീതിയിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നതിൻ്റെ പുറകിൽ സാത്താൻ്റെ ആക്രമണം ആയിരിക്കില്ലേ, പരിശുദ്ധാത്മാവിന് ശക്തമായ ഇടപെടൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് സാത്താൻ്റെ ശക്തമായ ആക്രമണം ആയിരിക്കില്ലേ ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം പേർക്ക് ഇതുമൂലം വഴിതെറ്റുന്നു എന്നതുകൊണ്ട് ഇത്ര വലിയ പ്രയോജനങ്ങളുള്ള, ഇത്രമാത്രം അഭിഷേകമുള്ള, ആധ്യാത്മികതയുള്ള പ്രബോധനങ്ങളെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണേണ്ട ആവശ്യമുണ്ടോ? ആർക്കെങ്കിലും വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമല്ലേ? വഴിതെറ്റാതെ എത്രയോ പേരാണ് സഭയിൽ ഇപ്പോൾ ഉള്ളത്. ഏതായാലും നമുക്ക് ഈ പ്രബോധനങ്ങളുമായിട്ട് കൂടുതൽ നമുക്ക് അടുത്ത് ഇടപഴകാം. ഇനിയുള്ള എപ്പിസോഡ് നമുക്ക് ഓരോ പ്രബോധനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്ത് നമ്മൾ അറിയും. അടുത്ത എപ്പിസോഡ് നമ്മൾ ചിന്തിക്കുന്നത് കൗൺസിൽ ഡിഗ്രികളുടെ ആരംഭത്തിൽ 3 കാര്യങ്ങൾ. 1, വിശുദ്ധ ജോൺ 20 പാപ്പായുടെ ഉദ്ഘാടന പ്രസംഗം. 2, കൗൺസിൽ ആരംഭിച്ച് 9 മാസങ്ങൾക്ക് ശേഷം കൗൺസിൽ പിതാക്കന്മാർ ചേർന്ന് ലോകത്ത് നൽകിയ സന്ദേശം. 3, വിശുദ്ധ പോൾ 6 മാപ്പാപ്പ
കൗൺസിൽ തീരുന്ന സമയത്ത് നടത്തിയ സമാപന പ്രസംഗം. ഇത് 3 ഡിഗ്രികളിൽ മുമ്പ് കൗൺസിൽ പ്രമാണരേഖകളിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കൈകാര്യം ചെയ്യുന്നത്. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. ഈ എപ്പിസോഡ് കേട്ട കാര്യങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കുക. കൗൺസിൽ പ്രമാണരേഖകൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ പരിശോധിക്കുക. കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ ഈ എപ്പിസോഡുകൾ ഷെയർ ചെയ്യുക. അനേകർ എത്രമാത്രം സഭയ്ക്ക് വിശ്വാസികൾ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഈ പ്രബോധനങ്ങൾ കൂടുതൽ പേര് അടുത്തറിയാൻ ഇടയാകട്ടെ. ഒരു മിഷനായിട്ട് തന്നെ നിങ്ങളെ സ്വീകരിക്കുക. അനേകം പേർക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തോടുള്ള മറ്റുള്ളവർക്ക്, മറ്റ് സ്നേഹിതർക്ക്, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്കെല്ലാം ഇത് ഷെയർ ചെയ്യുകയും അങ്ങനെ സഭയെ സ്നേഹിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊരു ശുശ്രൂഷ ഏർപ്പെടുകയും ചെയ്യുക. അങ്ങനെ ദൈവസ്നേഹത്തിലേക്കും അനേകർ പുരോഗമിക്കുന്ന നമ്മൾ അനുഭവിച്ചറിയാൻ വേണ്ടിയാകും. സഭയിൽ ഇപ്പോൾ ഒത്തിരിയേറെ സംഘർഷങ്ങൾ ഇതിൻ്റെ പഠനം വഴി മാറിപ്പോകുന്നത് തീർച്ചയാണ്. അങ്ങനെ നിങ്ങളും ഈ ശുശ്രൂഷയിൽ ആവുന്ന രീതിയിൽ പങ്കെടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമുക്കൊരു പ്രാർത്ഥന കൂടി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, കഴിഞ്ഞ ഏതാനും സമയത്ത് അങ്ങനെ പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾ നയിച്ചതിനോട് നന്ദി പറയുന്നു. രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖകളെക്കുറിച്ച്, കൗൺസിലിനെ കുറിച്ചൊക്കെയുള്ള ചില വലിയ ഉൾക്കാഴ്ചകൾ അങ്ങ് പകർന്നതിനോട് നന്ദി പറയുന്നു. കർത്താവ്, ഇതുമായി ബന്ധപ്പെട്ട് അജ്ഞത കൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിപ്പോയിട്ടുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ അങ്ങ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റണമേ. സഭയുടെ ഒരു സാർവത്രിക സുന്നതസിനെ കുറിച്ച് തെറ്റായ ചിന്തകൾ, തെറ്റായ ധാരണകൾ രൂപീകരിക്കുവാൻ സാത്താൻ ചെലുത്തുന്ന എല്ലാ പ്രേരണകളും തിരിച്ചറിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവെ, ഈ കൗൺസിലിനെ തെറ്റിദ്ധരിച്ച് ഇതിനെതിരായ നിലപാടെടുക്കുന്ന കത്തോലിക്കാ സഭയിൽ തന്നെയുള്ള ഓരോ വ്യക്തികളെ ഞങ്ങൾ അങ്ങ് സമർപ്പിക്കുന്നു. അവരോട് കരുണയായിരിക്കണമേ. സത്യത്തിൻ്റെ പ്രകാശം അവരുടെ മേൽ അയക്കണമേ. പരിശുദ്ധ അമ്മേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ പങ്കുചേരുന്ന ഓരോരുത്തരെയും അമ്മയുടെ വിമർശനത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു, പ്രതിഷ്ഠിക്കുന്നു. ഇവിടെ പങ്കുവച്ച കാര്യങ്ങൾ അതിൻ്റെ ശരിയായ ചൈതന്യത്തിൽ സ്വീകരിക്കുവാൻ, തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എല്ലാവരെയും അമ്മ പ്രത്യേകമായിട്ട് സഹായിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല അപ്പോസ്തലന്മാരെ ഞങ്ങൾ നാമഹേതു വിശുദ്ധ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളീ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾക്ക് വേണ്ടി കുത്തിത്തുളയ്ക്കപ്പെട്ട അങ്ങയുടെ സ്നേഹാർദ്ര ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.